ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്ക് അരീന. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആദ്യത്തെ ടെസ്റ്റ് ഇപ്പോൾ ലീഡ്സിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിനം അവസാനിച്ചപ്പോൾ ശക്തമായ നിലയിൽ എത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. അതായത് 3 വിക്കറ്റ് നഷ്ടത്തിൽ 359 റൺസായിരുന്നു ഇന്ത്യ എടുത്തിരുന്നത്. യശസ്വി ജയ്സ്വാളും ശുഭ്മാൻ ഗില്ലും ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറികൾ സ്വന്തമാക്കിയിരുന്നു. 159 പന്തുകളിൽ നിന്ന് 101 റൺസായിരുന്നു ജയ്സ്വാൾ സ്വന്തമാക്കിയത്. ശുഭ്മാൻ ഗിൽ അദ്ദേഹം ഇന്ത്യയുടെ ക്യാപ്റ്റനാണ്. 127 റൺസുമായി അദ്ദേഹം ക്രീസിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ഋഷഭ് പന്ത് 65 റൺസ് നേടിക്കൊണ്ട് ഇപ്പോഴും ക്രീസിൽ തുടരുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സ്പോർട്സ് കീട പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഇന്നലത്തെ മത്സരത്തിൽ അഥവാ ഇന്നലത്തെ ഇന്നിങ്സിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായ ഗില്ല് ഒരു കറുത്ത സോക്സ് ആയിരുന്നു ധരിച്ചിരുന്നത്. ഇത് ICCയുടെ നിയമലംഘനമാണ്. അതായത് ICCയുടെ ക്ലോത്തിങ് റെഗുലേഷൻസിന് എതിരാണ് ഇത്. ICCയുടെ ക്ലോത്തിങ് ആൻഡ് എക്യുപ്മെന്റ്സ് റൂൾസ് പ്രകാരം അഥവാ അതിലെ 19.45 ക്ലോസ് പ്രകാരം ഒരു താരം സോക്സ് ധരിക്കുമ്പോൾ അതിൻ്റെ കളർ ഒന്നുകിൽ വെള്ള കളർ ആയിരിക്കണം, അതല്ലെങ്കിൽ ക്രീം കളറോ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രേയോ ആയിരിക്കണം. കറുത്ത സോക്സ് ധരിക്കാൻ അനുവാദമില്ല എന്നുള്ളതാണ്. ഇത് ലംഘിച്ചുകൊണ്ട് ഇന്നലത്തെ മത്സരത്തിൽ കറുത്ത സോക്സ് ആയിരുന്നു ഗില്ല് ധരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ഡിസിപ്ലിനറി ആക്ഷൻ അഥവാ ഒരു അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നേക്കും എന്നാണ് സ്പോർട്സ് കീട റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോക്സ് അദ്ദേഹത്തിന് പണി നൽകിയേക്കാം, എന്നാൽ പിഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ക്യാപ്റ്റനായ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ തന്നെ ഗില്ല് ഇന്ത്യയെ ചുമലിലേറ്റുന്നു എന്നുള്ളതാണ്. ശക്തമായ ഒരു സ്കോറിലേക്ക് രണ്ടാം ദിവസവും ഇന്ത്യക്ക് പോകാൻ കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.